കൊല്ലപ്പെട്ടതൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയിരിക്കും. പ്രോബബിളി കമ്മീഷണർ വാര്യർ നേരിട്ട് തന്നെ. നോ, കമ്മീഷണർ ഇതിൽ ഇടപെടാൻ പാടില്ല. ഇറ്റ്സ് ടു ബിഗ് എ റിസ്ക്. അതാ പറഞ്ഞത്. കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടക്കണമെങ്കിൽ ഓർഡർ അങ്ങ് മോളിൽ നിന്ന് വരണം. അന്വേഷണം യാർ വേണമെന്ന് കമ്മീഷണർ മിനിസ്റ്റർ അല്ല, ഗൌഡ, ഈ സൂര്യദേവരാജ ഗൌഡ തീരുമാനിക്കും. ഓ ഗോവിന്ദര, നീയെ പണിക്കയാ? അടോ പർവാല, നീയെ പണിക്ക പോയാ? ഹോം മിനിസ്റ്റർ വിളിക്കട്ടെ സർ. ആ പോ. വരൂ. ഇരിക്കൂ. അല്ല, ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ ഏട്ടത്തെ വിളിക്കാം. ഇരിക്കൂ. എന്താ ഇത്? ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങൾ, പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്തയച്ചതും. ഇതൊക്കെ ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ച റെസീറ്റ് വാങ്ങണമെന്ന് ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോ ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടാൽ. സോറി, ഇങ്ങനൊരവസ്ഥയില് ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ അന്വേഷണത്തിന്റെ ചാർജ് DCP ഗോവിന്ദൻ സാറിന്. രവി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും, ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്. Come on. പോലീസ് റെക്കോർഡ് പ്രകാരം ഇവിടുത്തെ അണ്ടർവേൾഡുമായി ബന്ധമുള്ള തക്സാണ് ഇവരൊക്കെ, വിത്ത് പ്രൂവൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ്. നേരിൽ കണ്ടാൽ പ്രതികളിൽ ഒരാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പരേഡ് വെച്ചത്. ബട്ട് ഇവരാരും അല്ലെങ്കിൽ പിന്നെ. സർ, ആ വണ്ടികളും കള്ളക്കടത്ത് സാധനങ്ങളും ആരുടേതാണെന്ന് സൂചനയുള്ള സ്ഥിതിക്ക് നോ എവിഡൻസ്. ആ വണ്ടികൾ ദേവഗൌഡയുടേതല്ല. ആരുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. സർ, ആ രജിസ്ട്രേഷൻ ബുക്ക്. ലുക്ക് രവി, സൂചനകൾ മാത്രം വെച്ച് ഈ കേസിൽ ആരെങ്കിലും കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കഷ്ടം. ഏത് തെളിയാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന സമർത്ഥനായിരുന്നു തന്റെ ചേട്ടൻ. ഒടുവിൽ അയാളുടെ ഗതി ഇങ്ങനെ. കൊന്നതാരാന്നതിന് തുമ്പുമില്ല തുരുമ്പുമില്ല. അൺലക്കി ഫെലോ. പക്ഷേ
ഒരു കണക്കിന് താൻ ലക്കിയ. ഏട്ടന്റെ മരണവും തന്റെ IPS റിസൾട്ടും ഒരേ ദിവസം. അതുകൊണ്ട് പത്രങ്ങളിൽ തനിക്ക് നല്ല ബ്യൂട്ടിഫുൾ കവറേജ് കിട്ടി അല്ലേ? ഹേയ് കമോൺ ഈസി. രവി, കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റാണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിംഗ് യു ബിറ്റർ ഫാക്ട്. ഒക്കെ സംഭവിച്ചത് നല്ലതിനാടോ. അല്ലെങ്കിൽ താൻ ട്രെയിനിങ്ങും കഴിഞ്ഞ് IPS ഓഫീസറായിട്ട് വന്ന് ചാർജ് എടുക്കുമ്പോ തന്റെ ഈ ചേട്ടൻ തനിക്കൊരു നാണക്കേടായത്. അയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. ഐ മീൻ എ റിയൽ പെയിൻ ഇൻ ദാസ്. You അയ്യടാ please. Please shut your nasty stinking trap. ജയശങ്കർ മരിക്കാനിടയായത് തന്നെ എന്റെ പിടിപ്പേടുകൊണ്ടാണെന്ന് മുകളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അന്വേഷണത്തിന്റെ മുഴുവൻ ചുമതലയും ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ട് തൽക്കാലം ലീവ് എടുക്കാനാ എനിക്ക് കിട്ടിയ ഓർഡർ. സർ, ഏട്ടനും ഈ DCP ഗോവിന്ദനും തമ്മിൽ നല്ല ടേംസിലായിരുന്നില്ല അല്ലേ? നോ, ഡോണ്ട് ഗെറ്റ് റോങ് ഐഡിയാസ്. ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷിക്കുന്ന ആരായാലും ശരി, കൃത്രിമങ്ങൾ ഉണ്ടാവില്ല രവി. Are you sure? യെസ്, ലെറ്റ്സ് ബി പോസിറ്റീവ്. ആ രവി, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ നാളെ പുറപ്പെടുന്നുവല്ലേ? സർ. നാളെ ഓഫീസിൽ വന്നെന്നെ കാണും. 1-2 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. സർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് അത് മനസ്സിലുള്ളത് മുഴുവനാകുന്നില്ല കുട്ടി. നന്നായി വരണം, നല്ല ഓഫീസറാകണം, തന്റെ ഏട്ടനെ പോലെ. ഞാൻ പോയിട്ട് വരട്ടെ ഏട്ടത്തി. ഏട്ടത്തി വിഷമിക്കരുത്. ഞാൻ ഇവനാണ് നേട്ടനെ കൊന്നത്. പ്ലീസ് അറസ്റ്റ് ഹിം. വിടറാവനെ. സർ പ്ലീസ്. വിടറാ. സർ പ്ലീസ്. ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്. ആ
Take him! Hey! Get those small guys. കൊണ്ടുപോണേ പട്ടേ. Come on, knock him up. ഓടാ നാട്ടിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവനെയൊക്കെ നിനക്ക് തെരുവിലിട്ട് തല്ലണം അല്ലടാ തെണ്ടി. ഇത് തന്നെയായിരുന്നു നിന്റെ ചേട്ടന്റെയും തിളപ്പ്. അതുകൊണ്ടാണ് ആണുങ്ങൾ അവനെ നട റോഡിലിട്ട് പട്ടിയെപ്പോലെ കൊന്നത്. ഗോവിന്ദൻ, എന്താ ഇത്? ദിസ് ഇസ് ബ്രൂട്ടൽ. നിങ്ങൾ ഇത്ര ക്രൂരനായി പോയല്ലോ ഗോവിന്ദൻ. ഞാൻ ഇയാളെ കൊണ്ടുപോവാണ്. Take him. നോ. What do you mean? ഇവന്റെ പേരിലുള്ള ചാർജ് എന്താണെന്ന് അറിയാമോ സാറിന്? ഹി അസൾട്ടഡ് മീ. ഐ മീൻ, ഈ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ രണ്ടാമനായി എന്നെ പെരുവഴിയിലിട്ട് തല്ലിയവനായവൻ. അത് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്. ഐ വോണ്ട് ലീവ് ഹിം സാർ. Please, Mr. Govindan. You are playing with his future. IPS ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള അയാൾക്ക്. സോ വാട്ട്? സർവീസിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിടിച്ച് പൊളിച്ചിട്ട് വേണം ഇവന്റെ ട്രെയിനിങ്ങിന് ചെല്ലാൻ. മിസ്റ്റർ ഗോവിന്ദൻ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നീതിയും നിയമവും പ്രിൻസിപ്പിളും എത്തിക്സും പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പറ്റി സാർ? ഏത് വകുപ്പിലാ, എന്ത് അധികാരത്തിലാ നിങ്ങൾ ഇവന്റെ റിലീസ് ആവശ്യപ്പെടുന്നത്? ദിസ് ബെഗർ ഈസ് ഇൻ കസ്റ്റഡി ഫോർ നോൺ ബെയിലബിൾ ഒഫൻസ്. വെറുതെ സമയം കളയണ്ട സാർ. ജാമ്യത്തിൽ പോലും ഇവനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിയമത്തിൽ അതിന് പഴുതില്ല സാർ. ഐ വിൽ ടേക്ക് ഹിം ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഹി ഈസ് പണിഷ്ഡ്. Come on, lock him up. സാർ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി. ഡാഡി പ്ലീസ്. നടക്കണം. മാറി നിൽക്കണം അങ്ങോട്ട്. എന്താണ് നോക്കി ഇങ്ങനെ കൊണ്ടുപോകണം? എന്റെ ഏട്ടനെ സാർ, പ്ലീസ് സാർ. ഇറങ്ങി പോടാ അവിടെ. This court of law is convinced beyond any doubt or dispute that the accused Ravi Shankar is guilty of the charges leveled against him. പരസ്യമായി പൊതുജനമധ്യത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കർത്തവ്യ നിർവഹണത്തിന് വിഘ്നം വരുത്തുകയും ചെയ്ത പ്രതി IPS കേഡറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് കുറ്റം ഗുരുതരമാക്കുന്നു. എന്നാൽ തദവസരത്തിൽ സ്വസഹോദരന്റെ ക്രൂരമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിലും വേദനയിലുമായിരുന്നു പ്രതി എന്ന മാനുഷിക വശം ഈ കോടതി ദയാപൂർവം പരിഗണിക്കുന്നു. എങ്കിൽ തന്നെയും പ്രസ്തുത പരിഗണന അനഭിലഷണീയമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൂടാ എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട്. ആയതിനാൽ താഴെ പറയുന്ന വകുപ്പുകൾ പ്രകാരം പ്രതി രവിശങ്കറിനെ ഈ കോടതി 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്നു.
IPS പോയെങ്കിൽ എന്താടാ, ജയിലിലും കിട്ടും ശമ്പളം. ചെയ്യുന്ന ജോലിക്ക്. പിന്നെ 2 കൊല്ലം സുഭിക്ഷമായിട്ട് സർക്കാരിന്റെ ശാപ്പാട്. 3 നേരം. പോരേടാ നിനക്ക്. ആ ചെല്ല്. ജയിലിൽ നിനക്കൊരു 1-ാം തരം സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. നിന്റെ ബാക്കിയുള്ള ഉശിരും കൂടെ തീർത്തു തരും അവര്. ഏട്ടാ, അയ്യോ, മാറി നിക്കടാ ഇങ്ങോട്ട്. എടോ, you bastard! I will come back, you bastard!